മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം. എന്താണ് സംഭവം എന്നല്ലേ? വാഹന നിയമ ലംഘനത്തിന് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഇടുക്കി സ്വദേശിക്ക് വ്യാജ സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. ഏലപ്പാറ സ്വദേശിയായ വർക്ക്ഷോപ്പ് ജീവനക്കാരന് വാട്സപ്പ് വഴി ലഭിച്ച വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിലൂടെ നഷ്ടമായത് 2.5 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു ലിങ്ക് വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരു ചിലപ്പോൾ വലിയ തട്ടിപ്പായി മാറാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് പണം നഷ്ടമായത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം 4:45 ഫോണിൽ മെസ്സേജ് വന്നു, 2,40,000 രൂപ വേറൊരു അക്കൗണ്ടിലോട്ട് OTP ഒക്കെ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ ആയതായിട്ട്. അപ്പം ഞാൻ ATM വന്ന് കാർഡിട്ട് നോക്കിയപ്പോഴത്തേന് ഇത്രയും പൈസ ബാലൻസ് 28 രൂപ കിടപ്പുള്ളായിരുന്നു. അന്നേരം തന്നെ SBI ബാങ്കിൽ കയറിയപ്പോൾ അവിടെ മാനേജർ എത്തിയിട്ടില്ലായിരുന്നു 9 സമയത്ത്. അപ്പം അസിസ്റ്റൻറ്റ് മാനേജർ ആണ് കണ്ടത്. അപ്പോൾ പുള്ളി അപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞു, നിങ്ങൾ ഫോൺ വെച്ച് എന്തെങ്കിലും ചെയ്ത് കാണും, അതുകൊണ്ട് ഈ പൈസ പോയെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഫോൺ അധികം ഇത് ചെയ്യുന്നല്ല, റഫായിട്ട് ഉപയോഗിക്കുന്നതല്ല. പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് മറ്റേ സൈബർ സെല്ലിൻ്റെ നമ്പർ അവർ തന്നിട്ട് അവിടെയും വിളിച്ച് പരാതി പറഞ്ഞ് അവർ കേസെടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പിൽ കാർ ഇൻഫോ എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നപ്പോൾ എൻ്റെ കാറിന് ഒരു 250 രൂപയുടെ പെറ്റി കിടപ്പുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ഫണ്ടും കൂടെ അതിനകത്ത് പേ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അത് മുന്നോട്ട് പോയില്ല. ലിങ്കായിട്ടൊന്നും വന്നില്ല. സാധാരണ നമ്മുടെ ഫോണിൽ വരുന്ന ഒരു മെസ്സേജ്, വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നവരെ വന്നുള്ളൂ. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, സൈബർ തട്ടിപ്പുകൾക്ക് ഒരു അറുതിയില്ല, പക്ഷേ പലപ്പോഴും പോലീസ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നതാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക് വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്തതെന്ന്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് രാഹുൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് പണം നഷ്ടമാകുന്നതല്ലേ? അതെ വിനീത, നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. നമ്മുടെ വാട്സപ്പിലേക്ക് പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റേത് എന്ന പേരിൽ പല മെസ്സേജുകളും വരാറുണ്ട്. നേരത്തെ തന്നെ അതിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയതുമാണ്. പക്ഷേ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ഏലപ്പാറ സ്വദേശി രാജേഷ് തനിക്ക് ഒരു കാറിന്റെ പെറ്റി അടയ്ക്കാനുണ്ടായിരുന്നു, അതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പണമൊന്നും അടച്ചില്ല. അതിനുശേഷം ആ മെസ്സേജിൽ നിന്നും പിന്നോട്ട് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ 1 മാസത്തിന് ശേഷമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 2,40,45,000 രൂപ നഷ്ടപ്പെട്ട കാര്യം രാജേഷ് തിരിച്ചറിയുന്നത്. ഈ സംഭവം നടക്കുന്നത് 1 മാസം മുന്നെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 4:45 രാജേഷിന്റെ ഫോണിലേക്ക് മറ്റൊരു മെസ്സേജ് വരുന്നത്. അക്കൗണ്ടിൽ നിന്നും 2,40,45,000 രൂപ യോനോ ആപ്പ് വഴി മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നുള്ളതായിരുന്നു മെസ്സേജ്. പിറ്റേ ദിവസം രാവിലെ ATMൽ എത്തി ചെക്ക് ചെയ്തപ്പോഴാണ് തട്ടിപ്പ് നടത്തിയെന്നും പണം നഷ്ടപ്പെട്ടു എന്ന കാര്യവും അദ്ദേഹം തിരിച്ചറിയുന്നത്. പക്ഷേ ബാങ്കിൽ എത്തിയപ്പോൾ മറ്റൊന്നും ചെയ്യാനാകില്ല എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുകയും ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയുമായിരുന്നു. നിലവിൽ സൈബർ പോലീസിലും ഈ രാജേഷ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, രാജേഷ് ഏലപ്പാറയിലെ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന 2,40,45,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് രാജേഷിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇനി ഒരാൾക്ക് ഇത്തരത്തിൽ തട്ടിപ്പിൽ പെടാതിരിക്കാനും ഇനി ഈ പൈസ നഷ്ടപ്പെടാതിരിക്കാനും ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് രാജേഷ് പറയുന്നുണ്ട്. ഈ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജേഷ് ഉള്ളത്. എന്താണെങ്കിലും സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്താണ് ഇതിന്റെ സങ്കേതമെന്നും കേരളത്തിന് പുറത്തുള്ള അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയിരിക്കുന്നതെന്നുമാണ് സൈബർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിനീത, രാഹുൽ, എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഇതുപോലെ ഒരു മെസ്സേജ്, നിങ്ങൾ ആധാറും പാനും ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നതാണ്. നമുക്കറിയാം അത് അങ്ങനെ വരില്ല എന്ന്, അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തില്ലേ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വരുന്ന മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? അതുകൂടിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സംഭവം. തീർച്ചയായിട്ടും വിനീത, അതിപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പിലൊക്കെ പെടുന്നത്. സാധാരണ ആൾക്കാർ ഫോണിലേക്ക് മെസ്സേജ് വരുമ്പോൾ ഒരു വാഹനം, ഒരു കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇനി താങ്കൾ അറിയാതെ തങ്ങൾക്ക് എന്തെങ്കിലും നിയമലംഘനത്തിന് പിഴ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയോ എവിടെയെങ്കിലും സഞ്ചരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയും അങ്ങനെ അതിലേക്ക് ക്ലിക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അതാണ് ഈ രാജേഷിനെ പറ്റിയ അബദ്ധവും. രാജേഷ് ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ സ്വാഭാവികമായും അതാണെന്ന് ഓർക്കും. രാജേഷ് പറയുകയും ചെയ്തു, നേരത്തെ ഒരു 250 രൂപ മോട്ടോർ വാഹന വകുപ്പിലേക്ക് പിഴയായി അടയ്ക്കാനുണ്ട്, ആ മെസ്സേജ് ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതെന്ന് പറയുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം, 1 മാസത്തിന് ശേഷമാണ് ഈ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടത്. സാധാരണ നമ്മൾ ഇതുവരെ പുറത്തു വന്ന വാർത്തകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ പണം നഷ്ടപ്പെടാറാണ്. പക്ഷേ 1 മാസത്തിന് ശേഷമാണ് ഈ പണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും ഒരു ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. വിനീത, അതാണ്, വെറുതെ അങ്ങ് വരുന്ന ലിങ്കുകളിൽ ഒന്നും പോയി ക്ലിക്ക് ചെയ്യേണ്ട. മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും അത് കൃത്യമായി മെസ്സേജ് അയക്കും, പിഴ അടയ്ക്കുന്നതിന് സമയമുണ്ടാകും. ഇങ്ങനെ എൻ്റെ പേരിലൊരു പിഴയുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്കത് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ അടയ്ക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ പോയത് നോക്കൂ, 2.5 ലക്ഷം രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.